ഹായ് ഫ്രണ്ട്സ്, ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് 2 കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു സാമ്പ്രാണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പ്രാണി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് ഫുള്ള് ഞാനിതിലേക്ക് അടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുമ്പം തന്നെ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടൊരു ബോട്ടിലാക്കി കൊടുക്കാം. ഞാനിത് സ്പ്രേ ബോട്ടിലാണ് ആക്കി കൊടുക്കുന്നത്. സാധാ ബോട്ടിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സ്പ്രേ ബോട്ടിലാകുമ്പോൾ അത് ഹോളൊക്കെ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് സ്പ്രേ ബോട്ടിലാക്കി അരിച്ചെടുത്തിട്ട് ആക്കി കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈച്ച, ഉറുമ്പ്, പാറ്റ, പല്ലിയുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ കൊതുകൊന്നും വരത്തില്ല. അതുപോലെ നമ്മുടെ വീട്ടിലെല്ലായിടത്തും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൊതുകിൻ്റെ, ഈച്ചയുടെ ശല്യം നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. നല്ലൊരു സ്പ്രേയാണ്. കർപ്പൂരവും സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ടുണ്ടാകുന്ന പുക അലർജി ഉള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു സൊല്യൂഷനാണ്. ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.